CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന ദിവസമാണ്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വത്തിന് പുറമെ മറ്റു പേരുകളൊന്നും ഉയർന്നില്ല. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നാളത്തെ കൗൺസിലാണല്ലോ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഇന്ന് എന്തൊക്കെ ചർച്ചകൾ നടന്നു? ഇന്ന് പ്രധാനമായും നടന്ന ചർച്ച CPM സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരുന്ന കാര്യം തന്നെയാണ്. സംസ്ഥാന കൗൺസിൽ ബിനോയ് വിശ്വത്തിന്റെ പേര് നിർദ്ദേശിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് ആ തീരുമാനം. എക്സിക്യൂട്ടീവിൽ മറ്റു പേരുകളൊന്നും നിർദ്ദേശിക്കപ്പെട്ടിരുന്നില്ല. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങളടക്കം ഉണ്ടായിരുന്നു. കേസ്മേൽ അടക്കമുള്ള ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ, അതായത് കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് പിന്നാലെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിക്കപ്പെട്ടതും അങ്ങനെ ഒരു നിയമനം നടത്തിയതിനുമെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇതുമായി ബന്ധപ്പെട്ട എതിരഭിപ്രായം ഉയർന്നിട്ടില്ല. നാളത്തെ സംസ്ഥാന കൗൺസിൽ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. അതേസമയം CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയനെതിരെ നടപടി നടപ്പാക്കാനുള്ള തീരുമാനവും ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ എടുത്തിട്ടുണ്ട്. ജയനെ നേരത്തെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ഈ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലായിരുന്നു ഈ നടപടി എടുത്തതും. അതേസമയം ഈ CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ചുമതലയിൽ നിന്ന് മുല്ലക്കര രത്നാകരൻ ഒഴിഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗം CK ശശിധരനാണ് പകരം ചുമതല. ഈ വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിൽ ചുമതല ഏറ്റെടുക്കാൻ മുല്ലക്കര വിമുഖത പ്രകടിപ്പിക്കുകയായിരുന്നു. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.